നമസ്കാരം. ഓക്സിജനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ലോകോത്തര കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷനാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 2018 9-ാം തീയതിയാണ്. ഈ 9-ാം തീയതിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓഗസ്റ്റ് 8-നാണ് ഇന്ത്യയിൽ ആദ്യമായി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിന് ഒരു ഗൈഡ് ലൈനും അതിനൊരു നോഡൽ ഓഫീസറും ഒരു പുതിയ സിസ്റ്റവും ഇന്ത്യയിൽ വരുന്നത്. അത് വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി പിറവിയെടുത്ത മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഏത് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അതാണ് ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ്. തീർച്ചയായിട്ടും ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ എലങ്കയിലാണ് കമ്പനിയുടെ ഹെഡ് ഓഫീസ് വരുന്നത്. പ്ലസ് കമ്പനിയുടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ഗോഡൗൺ ആയിട്ട് വരുന്നത് നമുക്ക് കൊച്ചിയിൽ കാക്കനാടും നമുക്ക് വരുന്നുണ്ട്. ഇവിടെ കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ നോക്കുന്ന സമയത്ത് ബിക്കം വൺ എമംഗ് ദ ടോപ്പ് 10 Fortune 500 കമ്പനീസ്. നമുക്കറിയാം വേൾഡിൽ ടോപ്പിൽ നിൽക്കുന്ന 500 കമ്പനീസ്, അത് നോട്ട് ഓൺലി MLM, ടോട്ടൽ കമ്പനീസിന് ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇന്ന് ആമസോണോ ടെസ്ലയൊക്കെ നിൽക്കുന്നിടത്ത് ടോപ്പ് 10-ൽ 2035 ഈ ഒരു കമ്പനിയുടെ പേര് കൂടി നമുക്ക് കാണാനാവും. ഇതാണ് കമ്പനിയുടെ ഒരു മിഷൻ എങ്കിൽ. പ്ലസ് ക്രിയേറ്റ് ദ ലാർജസ്റ്റ് കസ്റ്റമർ വേൾഡ് പ്രൊവൈഡിങ് അബണ്ടന്റ് റിച്ച്നെസ് ആൻഡ് ഹെൽത്ത് കൺവേയിങ് ദ മെസ്സേജ് ടു പീസ് ടു ഓൾ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തും വെൽത്തും മനസ്സമാധാനവും കൊടുക്കുക എന്നതാണ്, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് കൊടുക്കുക എന്നതാണ് കമ്പനിയുടെ വലിയൊരു വിഷനായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും കാശിലുപരി മനസ്സമാധാനത്തിന് കൂടി ഒരു പ്രിവിലേജ് കൊടുത്ത ആദ്യത്തെ MLM കമ്പനി കൂടിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ. ഇവിടെ കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റ്സ് ആണ്. കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറിയാലും കാണാൻ പറ്റും. കമ്പനിയുടെ എല്ലാ ലീഗാലിറ്റീസും നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ദെൻ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് ആയിട്ട് വരുന്നത്, കമ്പനിയുടെ ഫൗണ്ടർ ആയിട്ട് വരുന്നത് ഡോക്ടർ അബ്ദുൽ അർഷദ് സാറാണ്. അദ്ദേഹത്തിന്റെ വിഷനാണ് ഈ ഒരു കോൺസെപ്റ്റ് എങ്കിൽ. അതേസമയം കമ്പനിയുടെ കോർപ്പറേറ്റ് ട്രെയിനർ ആയിട്ട് വരുന്നത് എഡിസൺ ഫ്രാൻസ്. കേരളത്തിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സൂപ്പർ ട്രെയിനറാണ് അദ്ദേഹം. പ്രേംലാൽ സാർ ഒരു കോർപ്പറേറ്റ് മെൻറ്ററാണ്. പ്ലസ് മധുസൂദൻ സാറും ഉബൈദ് സാറും സുധാകരൻ സാറും കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ്. ഓക്കെ, ഒരു കമ്പനിയെ ഒരു പില്ലേഴ്സ് ആയിട്ട് നിർത്തുന്ന ഒരുപാട് പേഴ്സൺസ് ഉണ്ട് എന്നാണ് സാരം. ഇതാണ് കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെയും പ്രൊഡക്ട്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. കാരണം പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ ഓക്സി ഇന്റർനാഷണൽ എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനിക്ക് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് സെഗ്മെന്റ് തന്നെ ഉണ്ട്. അതിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെൽനെസ് ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം GMP സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആയുഷ് സർട്ടിഫിക്കേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും എൻഡാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ഇല്ല. സ്വാഭാവികമായിട്ടും ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിൽ 15 പ്രോഡക്റ്റ് ഇന്ന് നോക്കുന്ന സമയത്ത് 15 പ്രോഡക്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ് ഉള്ള 15 പ്രോഡക്റ്റ് ഉള്ള ഇന്ത്യയിലെ ഏക കമ്പനി കൂടിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, അത് നമുക്ക് ധൈര്യപൂർവ്വം അഹങ്കാരത്തോടു കൂടി പറയാൻ പറ്റും. അതിൽ നമുക്കിവിടെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സജീവ് കുമാർ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹമാണ് കമ്പനിയുടെ സയന്റിസ്റ്റും കൂടി ഇദ്ദേഹമാണ്. ഇദ്ദേഹം റിസർച്ച് ചെയ്ത് വർഷങ്ങളോളം റിസർച്ച് ചെയ്ത് ഒരു 0% കെമിക്കൽ ഒരു പൊടിക്ക് പോലും ആഡ് ചെയ്യാണ്ട്, 0% ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് 100% നാച്ചുറൽ 100% ഹെർബൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ മാത്രമേ ഓക്സിജനോയിൽ വിൽക്കുന്നുള്ളൂ. കമ്പനിയുടെ ഓൺ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന പ്രൊഡക്ട്സുകൾ. തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ നമുക്ക് ആരുമായിട്ടും നമുക്ക് കോമ്പറ്റ് ചെയ്യാം. വേൾഡ് ലെവൽ മാർക്കറ്റിൽ ആരുമായി നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റും. ഓക്സിയുടെ വെൽനസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആയിട്ട് വരുന്നത് ഡോക്ടർ AV സുരേഷ് സാറാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ, നമുക്കറിയാം റിട്ടയർഡ് ആയിട്ട് DMO ആയിട്ടുള്ള ഒരു വ്യക്തി, ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് നമുക്ക് ന്യൂട്രീഷനിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നമുക്ക് അഡ്വൈസറി ബോർഡ് ചെയർമാൻ ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഏതൊരു പ്രൊഡക്റ്റ് ഇറങ്ങുന്ന സമയത്തും അത് അത്രയും ചെക്ക് ചെയ്തിട്ടാണ് കമ്പനി പുറത്തേക്ക് ഇറക്കുന്നത്. അതേസമയം കമ്പനിക്ക് ഓൺ മാനുഫാക്ചറിങ്
യൂണിറ്റ് ഉണ്ട് കോയമ്പത്തൂരിൽ. അതേസമയം കമ്പനിക്ക് ഒരു R&D ഡിപ്പാർട്ട്മെൻറ്റും ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ട്. തീർച്ചയായിട്ടും കമ്പനി പ്രൊഡക്റ്റിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ് നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യം. കമ്പനിയുടെ പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് പ്രൊഡക്റ്റ് ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ പ്രോട്ടീൻ പൗഡർ അടക്കം നമുക്ക് വെൽനസ് കാറ്റഗറിയിൽ ഇൽനെസ് ഇല്ലാണ്ട് ഇരിക്കാൻ അല്ലെങ്കിൽ അസുഖം വരാണ്ട് നോക്കാൻ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇൻ കേസ് വന്നതിന് പോലും ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പ്രൊഡക്റ്റ് ഓൾറെഡി സെല്ലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം 20+ പ്രോഡക്റ്റ് ഇന്ന് കമ്പനിയുടെ ലിസ്റ്റിലുണ്ട്. അടുത്ത മാസങ്ങളിൽ വീണ്ടും വീണ്ടും പ്രൊഡക്റ്റുകൾ ലോഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്കമിങ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് പ്രൊഡക്റ്റിൻ്റെ പേരാണ് എബിസ്കസ് ടീ വരുന്നുണ്ട്, സീറോ കൊളസ്ട്രോൾ മസാല, ഇങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രൊഡക്റ്റിൻ്റെ നോളേജ് നമുക്കൊരു അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോഡക്റ്റിൻ്റെ സർട്ടിഫിക്കേഷനാണിത്. നമുക്കറിയാം ISO സർട്ടിഫിക്കറ്റ്, GMP സർട്ടിഫിക്കറ്റ്, FSSAI സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ദെൻ നമ്മളെല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയേണ്ടത് പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ. നമുക്ക് എന്ത് കിട്ടും? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് നല്ല പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രോഡക്റ്റ് നമ്മൾ സുഹൃത്തുക്കളിലേക്കോ നെയ്ബേഴ്സിലേക്കോ ഫാമിലിയിലേക്കോ ജസ്റ്റ് നമ്മൾ റെഫർ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻകത്തിൻ്റെ സോഴ്സസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചാനൽ സിസ്റ്റം വഴി, ഒരു ബേസിക് പ്ലാൻ വഴി നമുക്ക് കിട്ടുന്നത് ഒരു 4 ടൈപ്സ് ഓഫ് ഇൻകം ആണ്. ജനറേഷൻ സിസ്റ്റം വഴി, ദാറ്റ് മീൻസ് റീപർച്ചേസ് സിസ്റ്റം വഴി ഒരു 5 ടൈപ്സ് ഓഫ് ഇൻകവും പ്ലസ് ഒരു എക്സ്ട്രാ ഇൻകം കൂടി കിട്ടാനുള്ള ഒരു വലിയൊരു ഇൻകം പ്ലാൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ചാനൽ സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറി നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഒരു കാറ്റഗറി. ഇവിടെ സ്റ്റാർട്ടപ്പ് ക്ലബ്, പ്രീമിയം ക്ലബ്, മില്യൺ ക്ലബ്, ബില്യൺ ക്ലബ് ആൻഡ് ട്രില്യൺ ക്ലബ്, ഇങ്ങനെ 5 ക്ലബ്ബുകൾ നമുക്കുണ്ട്. ഇതിൽ ആദ്യം വരുന്ന 3 ക്ലബിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന 2 ക്ലബിലേക്കും ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ എൻട്രി കൊടുക്കുന്നില്ല. കാരണം ഈ ഒരു സ്റ്റാർട്ടപ്പ് ക്ലബിലേക്ക് ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ വെറും 999 രൂപയും അതിൻ്റെ കൊറിയർ ചാർജും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതോടുകൂടി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൻ്റെ അസോസിയേറ്റ് ആയി അദ്ദേഹത്തിന് എത്ര സുഹൃത്തുക്കളിലേക്ക് വേണമെങ്കിലും ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ റെഫർ ചെയ്യാൻ പറ്റും. ആ റെഫറിങ്ങിലൂടെ നമുക്കൊരു ഹ്യൂജ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബിസിനസ് പ്ലാൻ കൂടി നമുക്ക് ഓക്സി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു പ്ലാൻ പ്രസൻറ്റേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് നിങ്ങളിലേക്ക് തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സെഷനിൽ സ്റ്റാർട്ടപ്പ് ക്ലബ്, നമുക്ക് പേര് വരുന്നത് സ്റ്റാർട്ടപ്പ് ക്ലബ് എന്നാണ്. ഇവിടെ എല്ലാ ബിസിനസ്സും പോലെ MLM-ലെ ഒരു നിയമമാണ് ഫ്രീ ആയിട്ട് ബിസിനസ്സിലേക്ക് എൻട്രി കൊടുക്കണം എന്നുള്ളത്. ഫ്രീ ആയിട്ട് ഒരാൾ ബിസിനസ്സിലേക്ക് വന്നു, സ്റ്റാർട്ടപ്പ് ക്ലബിൽ അസോസിയേറ്റ് ചെയ്തു. ഇതേ വ്യക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 5 ക്ലബ്ബുകളും ഇവിടെ ഓപ്പൺ ആക്കി കൊടുക്കും. പക്ഷേ ഇതിൽ ആക്ടിവേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ 999 ആണെങ്കിൽ ഇതിൻ്റെ ഏകദേശം 10 ഇരട്ടി, അതായത് ഇതൊരു 1000ലേക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ആവറേജ് ഒരു 1000 രൂപയുടെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത്, പ്രീമിയം ക്ലബിലേക്ക് വരുന്ന സമയത്ത് അതിനെ 10,000 രൂപയുടെ ഒരു ആവറേജ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോഴാണ്. കമ്പനിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 10 RPയുടെ പ്രോഡക്റ്റ്, ദാറ്റ് മീൻസ് ഒരു RP is equal to 100 rupees. 10 RPയുടെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടപ്പ് ക്ലബിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. 100 RPയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പ്രീമിയം ക്ലബിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. 1000 RPയുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മില്യൺ ക്ലബും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 2 ക്ലബ്ബുകളും, ദാറ്റ് മീൻസ് ബില്യൺ ആൻഡ് ട്രില്യൺ, അതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തില്ല, പ്രൊഡക്ട്സ് അവൈലബിൾ അല്ല. ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്ലബിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 1000 രൂപ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വേജ് മാറ്റി വെച്ച ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടി. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരാളിലേക്ക് റെഫർ ചെയ്താൽ ഒരൊറ്റ റെഫറിങ്ങിന് നമുക്കിവിടെ സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നത് 50 rupees ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരാളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ പരിചയപ്പെടുത്തിയാൽ 50 രൂപ നമുക്ക് സ്പോട്ടിൽ ഇൻകം കിട്ടുന്ന ഒരു സിസ്റ്റം, ഡെയിലി ഇൻകം ആണ്. ഇവിടെ
നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാ സുഹൃത്തുക്കളിലേക്കും റെഫർ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ 2 ചാനലുകൾ ഉണ്ടാവും, ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾ ഉണ്ടാവും. ഈ 2 ചാനലുകളിൽ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം. ഓരോ ഡയറക്റ്റ് റെഫറലിനും 50 രൂപ വെച്ച് നമ്മളിലേക്ക് എത്തും. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇവിടെ ആദ്യം വരുന്ന ഒരു ജോഡിക്ക് 2:1 അല്ലെങ്കിൽ 1:2 ഇങ്ങനെ റേഷ്യോയില് ഒരു പെയർ മാച്ചിങ് ഇൻകം, അല്ലെങ്കിൽ ഇവിടെ കമ്പനിയുടെ ഭാഷയിൽ പറഞ്ഞ ടീം ബോണസ് ആയിട്ട് ഒരു ജോഡിയുടെ 10 RPയുടെ ഒരു ജോഡിയുടെ ബിസിനസ് വരുമ്പോൾ നമുക്കിവിടെ 200 റുപ്പീസ് നമുക്ക് കമ്പനി ഇൻകം തരും. ഓക്കെ, ദാറ്റ് മീൻസ് 200 റുപ്പീസ് ആണെങ്കിലും 50 ആണെങ്കിലും ഇവിടെ കമ്പനി 5% TDS ഗവൺമെന്റിലേക്ക് ഓരോ മാസം ഡയറക്റ്റ് ആയിട്ട് അടക്കും. പ്ലസ് 5% കമ്പനിയുടെ അഡ്മിൻ ഫീയും പോയിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആണ് നമ്മളിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കാശ് എന്തിനു ഉപയോഗിക്കാനും പറ്റും. ഇവിടെ ഒരു ജോഡി മാച്ച് ചെയ്തു, 200 കിട്ടി. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിലേക്ക് വന്നു, എക്സ് എന്ന് പറയുന്ന വൈ എന്ന് പറയുന്ന ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എക്സ് എന്ന് പറയുന്ന വ്യക്തി മറ്റൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു ഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഇവിടെ 200 കിട്ടി. ഓക്കെ, അവിടെ ഒരു ജോഡി മാച്ചായി. ഫസ്റ്റത്തത് 2:1. ഇനി ഇതിലേതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളോ വീണ്ടും ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഈ വ്യക്തി ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വീണ്ടും ഒരു ജോഡി മാച്ച് ചെയ്തു, 200 കിട്ടി. ഇങ്ങനെ ഓരോ ജോഡിക്കും 200 കിട്ടുമെങ്കിലും എവറി തേർഡ് പെയർ 1, 2, 3 തേർഡ് പെയർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടോപ്പ് അപ്പ് വാലറ്റിലേക്ക് ആഡ് ഓൺ ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഒരു സാധാരണക്കാരന് സ്റ്റാർട്ടപ്പ് പ്ലാനിൽ എടുത്തു വരാൻ കഴിയുമെങ്കിലും ഇദ്ദേഹം അറിയാണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്നും അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റാർട്ടപ്പ് പ്ലാനിൽ നിന്നും പ്രീമിയം പ്ലാനിലേക്കും മില്യൺ പ്ലാനിലേക്കും ബില്യൺ പ്ലാനിലേക്കും ഒക്കെ ഓട്ടോമാറ്റിക്കലി ജമ്പ് ചെയ്തു പോകാനുള്ള ഒരു ടോപ്പ് അപ്പ് വാലറ്റ് ട്രഷർ ബൈനറി പ്ലാൻ ലോകത്ത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഓക്സിജൻ ഇന്റർനാഷണലാണ്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, ഇവിടെ 200 ഇവിടെ എത്തി. ഓക്കെ, ബാലൻസ് ഒരു 9,800 അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കാറ്റഗറി ഈ 100 RPയുടെ പ്രൊഡക്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ആക്ടിവേഷൻ ആവും. 3, 6, 9, 12 ഇങ്ങനെ വരുന്ന ഓരോ എവറി തേർഡ് പെയറും ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് പ്ലാനിലേക്ക് അപ്ഗ്രഡേഷന് വേണ്ടി ടോപ്പ് അപ്പിലേക്ക് വേണ്ടി മാറ്റിവെക്കും. അപ്പൊ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയാണ്ട് ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി എക്സ് എന്ന് പറയുന്ന വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്തു, വൈ എന്ന് പറയുന്ന വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓൾറെഡി ഒരു 50 റുപ്പീസ് റെഫറൽ ബോണസ് കിട്ടി. ഇനി ഇതേ വ്യക്തി നമ്മളിവിടെ എന്തെങ്കിലും എത്തുന്ന സമയത്ത് ഒരു 150 പെയർ ആവറേജ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ എത്തും. ഇതേ വ്യക്തികളും ഇതേപോലെ അടുത്ത സ്റ്റേജിലേക്ക് എത്തി, അവരും പ്രീമിയം പ്ലാനിൽ എത്തി, അവർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 50 കിട്ടിയ അതേ വ്യക്തിക്ക് വീണ്ടും ഒരു 500 എക്സ്ട്രാ കിട്ടും സെയിം വ്യക്തിയിൽ നിന്ന്. ഓക്കെ, ഇവിടെ ഓൾറെഡി മാച്ച് ചെയ്ത ആളുകൾ ചിലപ്പോൾ ഇതിൽ എല്ലാ വ്യക്തികളും അങ്ങോട്ട് എത്തണമെന്നില്ല. ആ എത്തുന്ന ആളുകളിൽ നിന്നും ഓരോ ജോഡി, ഇതേ ട്രീന്റെ മിററാണ് അവിടെ ഉണ്ടാവുക, ഓരോ ജോഡി മാച്ച് ചെയ്തിട്ട് ഇവിടെ 200 ആണെങ്കിൽ ഇവിടെ ഒരു ജോഡിക്ക് 2000 രൂപ കിട്ടും. അതായത് ഓൾറെഡി കിട്ടിയ അതേ ടീമിൽ നിന്നും വീണ്ടും ബിസിനസ് കിട്ടി നമുക്ക് ഒരു ഹ്യൂജ് ഇൻകത്തിലേക്ക് നമ്മൾ മാറും. ഇവിടെയും എവറി തേർഡ് പെയർ നേരെ ജമ്പ് ചെയ്ത് നെക്സ്റ്റ് ടോപ്പ് അപ്പ് പ്ലാനിലേക്ക് പോകും. അങ്ങനെ നെക്സ്റ്റ് ടോപ്പ് അപ്പ് പ്ലാനിലേക്ക് 3, 6, 9 ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഐഡിയും ആക്ടിവേറ്റ് ആവുന്ന ഒരു ദിവസം വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യക്തി എ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിൻ്റെ പ്രൊഡക്ട്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 1000 രൂപക്കാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്ലാനിലേക്ക് എത്തി. ഒരു റെഫറലിന് ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 500 ആണെങ്കിൽ ഇവിടെ 5000 എല്ലാം ഒരു 10 ഇരട്ടിയിലേക്ക് മാറും. അതേസമയം ഇവിടെ ഒരു പെയർ മാച്ച് വരുന്ന സമയത്ത് ഇവിടെ 2000 ആണെങ്കിൽ ഇവിടെ വരുന്നത് 20,000 ആണ്. ഓക്കെ, 20,000 ആണ്. ഇവിടെ സീലിംഗ് വരുന്നത് 10 ജോഡിയാണ്, ഇവിടെയും സീലിംഗ് വരുന്നത് 10 ജോഡിയാണ്. ദാറ്റ് മീൻസ് ഇവിടെ വരുന്നത് സീലിംഗ് മീൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, എല്ലാ കാലവും ഒരു കമ്പനിയിലും ഈ ഇൻകം അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ബൈനറി സിസ്റ്റം പ്രകാരം ഒരു ലിമിറ്റ് വെച്ചേ പറ്റൂ. അപ്പോൾ ഓരോ പ്ലാനിലും കമ്പനി ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 25 ജോഡിയാണ് ആദ്യത്തെ സ്റ്റാർട്ടപ്പ് പ്ലാനിൽ ലിമിറ്റ് എങ്കിൽ ദാറ്റ് മീൻസ് 5,000 റുപ്പീസ്. ഓക്കെ, രണ്ടാമത് വരുന്ന പ്രീമിയം പ്ലാനിന്റെ ലിമിറ്റ് വരുന്നത് 10 ജോഡി, ദാറ്റ് മീൻസ് 20,000 റുപ്പീസ്. മൂന്നാമത്
വരുന്ന മില്യൺ ക്ലബിൽ 2 lakh rupees. നമുക്ക് ഇത് മൂന്നും മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം അടുത്ത ക്ലബ്ബുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ മാസങ്ങളോ അടുത്ത വർഷങ്ങളിലേക്കോ എത്താം. ഓക്കെ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ, 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഇതിലേക്ക് എത്തുന്ന സമയത്ത് ഇതിന്റെ 10 ഇരട്ടിയാവും. 50,000 ഇവിടെ റെഫറൽ ഇൻകം. ഇവിടെ 5 ലക്ഷമാണ് ഇവിടെ എന്ത് കിട്ടുന്നത്, ഇവിടെ ട്രില്യൺ ബോണസ് ആയിട്ട്, അതായത് റെഫറൽ ഇൻകം ആയിട്ട് കിട്ടുന്നത് ഇതേ വ്യക്തികളിൽ നിന്ന് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജസ്റ്റ് ഇമാജിൻ ചെയ്യേണ്ടത്, ഈ ഒരു ഇതിൽ 10 ജോഡിയാണ് ഈ ഒരു ബില്യൺ ക്ലബിൽ സീലിംഗ് എങ്കിൽ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷത്തിന് 20 ലക്ഷമാണ് നമ്മുടെ സീലിംഗ് ലിമിറ്റ് വരുന്നത്. ഈ ഒരു ക്ലബിൽ 5 ജോഡിയാണ് സീലിംഗ് എങ്കിൽ ദാറ്റ് മീൻസ് 1 crore rupees ആണ് ഇവിടെ സീലിംഗ് വരുന്നത്. ഓക്കെ, ഇത് 1 crore ക്ലബാണ്. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 1.25 കോടി രൂപ ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ. ജസ്റ്റ് ഒരു 10 RPയുടെ പ്രൊഡക്റ്റ് എടുത്ത് വരുന്ന വ്യക്തിക്ക് പോലും ഫ്യൂച്ചറിൽ ഓൺലി ഫ്രം ഫസ്റ്റ് പർച്ചേസ് 1 കോടി രൂപയിലധികം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗം നമുക്ക് ഇപ്പോൾ മൈൻഡ് ചെയ്യണ്ട. എങ്കിൽ പോലും നമുക്ക് എന്ത് കിട്ടും എന്നതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഈ ഒരു ഭാഗം മുഴുവൻ ഒഴിവാക്കിയാൽ പോലും ഈ ഒരു 3 പ്ലാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടപ്പ്, പ്രീമിയം ആൻഡ് മില്യൺ, ഈ ഒരു 3 ക്ലബിന്റെ മാത്രം നമുക്ക് എടുക്കാം. ഇത് പോസിബിൾ ആയ കാര്യമാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 2 വ്യക്തികളെ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പോലും 3 ക്ലബിലും ആക്റ്റീവായി ഈ 3 ക്ലബിലും സീലിംഗ് അടിക്കാൻ പറ്റും. അങ്ങനെ സീലിംഗ് അച്ചീവ്മെന്റ് അടിക്കുകയാണെങ്കിൽ 5,000 rupees ഡെയിലി, ഇവിടെ നമുക്ക് 20,000 rupees ഡെയിലി, ഇവിടെ 2 lakh rupees ഡെയിലി ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എവരി 3rd പേർ പോകുന്നുണ്ട്. 5ാമത്തെ ക്ലബ്ബ് ആക്ടിവേറ്റ് ആവുന്ന ദിവസം തൊട്ട് നമുക്ക് എവരി 3rd പേരിൽ ജമ്പിങ് ഇല്ല, അതായത് ടോപ്പ് ഓഫ് ബാലൻസിലേക്ക് പിന്നീട് പോകാനില്ല. സ്വാഭാവികമായിട്ടും എവരി 3rd പേരിന്റെ ഇൻകം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്ന സിറ്റുവേഷൻ വരും. പക്ഷെ ഈ ഒരു കാൽക്കുലേഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതിൽ ജമ്പിങ് എമൗണ്ട് പോയി കഴിഞ്ഞാൽ, ടോപ്പ് ഓഫ് ബാലൻസിലേക്കുള്ള എമൗണ്ട് പോയി കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന തുകയാണ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 5,000-ൽ 3,400-ഉം 20,000-ൽ 14,000-ഉം 2 ലക്ഷത്തിൽ 1,40,000-ഉം നമ്മുടെ കയ്യിലുണ്ടാവും. ഓക്കെ, ഇതിന്റെ ടാക്സ് കിഴിച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടുക 1,57,400 ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. ഒരൊറ്റ ഐഡിയ ആണ്. ഇതിന്റെ ഒരു ആവറേജ് കാൽക്കുലേഷൻ ഞാൻ എടുക്കുകയാണ്. 1.5 lakh ഇൻറ്റു ഒരാളെ സംബന്ധിച്ചിടത്തോളം 3 ID ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പാൻ കാർഡിൽ ഒരൊറ്റ ID നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ എങ്കിലും ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് 3 ID ജനറേറ്റ് ആവും. ഓക്കെ, ഷബീബ് ആണെങ്കിൽ 01, 02, 03. ഓക്കെ, A01, A02, A03 ഇങ്ങനെ ആവും വരിക. സ്വാഭാവികമായിട്ടും ഈ 3 IDയും സീലിംഗ് ആവുന്ന ഒരു ദിവസം വന്നാൽ ഡെയിലി 4.5 lakh ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഏതൊരു സാധാരണക്കാരനും 4 വ്യക്തികൾ ഈ ലെഗുകളിൽ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ പോലും ഈ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു കാൽക്കുലേഷൻ ജസ്റ്റ് ഒരു 30 ഡേയ്സിലേക്ക് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 1,35,00,000 രൂപയാണ് ഒരു മാസം ഒരു സാധാരണക്കാരന് വെറും 4 പേരിലൂടെ, വെറും ഒരു 1000-ന്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് പ്ലാനിന്റെ 3 പ്രൊഡക്റ്റ് എടുത്ത് വരുന്നതോടുകൂടി 10 RPയുടെ 3 പ്രൊഡക്റ്റ് എടുത്ത് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 1.25 കോടി രൂപ ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പ്ലാനാണ് ഓക്സി നമുക്ക് ഇവിടെ ഫസ്റ്റ് പർച്ചേസ് പ്ലാനിൽ ഒരുക്കി തന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് പ്ലാനിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിലും സൂപ്പറായിട്ടൊരു സംഭവം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. നമുക്ക് ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറിയിൽ തന്നെ നെക്സ്റ്റ് ഒരു ഇൻകം കൂടെ ഉണ്ട്. അതിൻ്റെ പേര് നമുക്ക് റോയൽറ്റി എന്ന് വിളിക്കാം. പക്ഷേ കമ്പനിയുടെ ഭാഷയിൽ പറയുന്ന സമയത്ത് ITB, ഇൻ്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്സ്. കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസ്സിൻ്റെ ഇൻകമാണ് നമുക്ക് ഇതിലേക്ക് കമ്പനി മാറ്റി വെച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് നമ്മുടെ ടീമിൽ നടക്കുന്നതും മറ്റുള്ള ടീമിൽ നടക്കുന്നതുമായിട്ടുള്ള ബിസിനസ്സിൽ നിന്നും 5%, 5% കമ്പനി മാറ്റി വെച്ചിട്ടുള്ള ITB കൊടുക്കാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപയുടെ നമ്മുടെ 10 RPയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 5%, ദാറ്റ് മീൻസ് 50 rupees.
നെക്സ്റ്റ് നമുക്ക് പ്രീമിയം പ്ലാനിലേക്ക് വരുന്ന സമയത്ത് 500 റുപ്പീസ്. ഇങ്ങനെ ഓരോ പ്ലാനിലും വരുന്ന ഈ ഒരു മാസത്തെ എത്ര IDs ഉണ്ട്, ആ എല്ലാ IDകളിൽ നിന്നും 5% മാറ്റി വെച്ച് ITB എന്ന പൂളിലേക്ക് മാറ്റും. ഈ ITB മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ആർക്കൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ റാങ്കിങ് സിസ്റ്റം ഉണ്ട്. 15 റാങ്കിങ് സിസ്റ്റം ഉണ്ട്. അതിൽ ഓക്സി റൈസർ ആണ് ആദ്യത്തെ റാങ്ക്. ഈ റാങ്ക് അച്ചീവേഴ്സിനാണ് ഈ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ജോയിൻ ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഈ ഒരു ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ എന്ന് തൊട്ട് റാങ്ക് അച്ചീവേഴ്സ് ആവുന്നു അന്ന് തൊട്ട് നമുക്ക് റാങ്ക് ഇൻകം കിട്ടി തുടങ്ങും. ഓക്കെ, ഇവിടെ ഓക്സി റൈസർ ആവാൻ നമുക്ക് 10,000 രൂപ ഇൻകം ഏൺ ചെയ്താൽ മതി. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 50 ജോഡി എന്തിൽ മാച്ച് ചെയ്താൽ മതി, സ്റ്റാർട്ടപ്പ് പ്ലാനിൽ മാച്ച് ചെയ്താൽ മതി. ഇൻ കേസ് നമ്മൾ സ്റ്റാർട്ടപ്പ് പ്ലാനിലല്ല വന്നിട്ടുള്ളത്, നമ്മൾ പ്രീമിയം പ്ലാനിലാണ് വന്നതെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. 5 ജോഡി വന്നാൽ മതി നമ്മുടെ പ്രീമിയം പ്ലാനിൽ. അതേസമയം ഇനി സ്റ്റാർട്ടപ്പ് പ്ലാനിൽ നിന്നും ഒരു 4,000 വാങ്ങി, പ്രീമിയം പ്ലാനിൽ നിന്നും ഒരു 6,000 വാങ്ങി, എന്നാലും 10,000 ആയി. ഈ 10,000 വെച്ച് നമുക്ക് അച്ചീവ് ചെയ്താൽ ആ സമയം തൊട്ട് നമുക്ക് ഇൻകം, എന്ത് ഇൻകം കിട്ടും, ITB കിട്ടും. ആ ITB എന്ന് പറയുന്നത് 10,000 വാങ്ങിയ ആൾക്ക് ഓക്സി റൈസർക്ക് 5,000 റുപ്പീസ് ആണ് എന്ത് ഓക്സി കൊടുക്കുന്നത്, റോയൽറ്റി കൊടുക്കുന്നത്. എല്ലാ മാസം 5,000 എന്നല്ല, ഇയാളെ സമയത്തോളം 5,000 റുപ്പീസ് വരെ റോയൽറ്റി കിട്ടും. ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ്. ദാറ്റ് മീൻസ് ഇപ്പൊ ITB ആയിട്ട് ഈ മാസം ഉള്ളത് കമ്പനിയിൽ ഒരു 5 lakh റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. കമ്പനി ടോട്ടൽ നടന്ന ബിസിനസ്സിൽ നിന്നും 5% മാറ്റി വെച്ചൊരു 5 lakh റുപ്പീസ് ഉണ്ട്. കമ്പനിയിലെ റാങ്ക് അച്ചീവേഴ്സ് 15 റാങ്കിലൊന്നും അച്ചീവേഴ്സ് ഇല്ല. ഇപ്പൊ ഈ ഒരു മാസം കമ്പനിയിൽ ആകെ ഉള്ളത് 5 റാങ്ക് അച്ചീവേഴ്സ് ആണ് ഇമാജിൻ ചെയ്യുക. 5 റാങ്കിലേക്കും ആ 5 lakhന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഓരോ ലക്ഷം വീതം. ഓക്കെ, ഇനി 10 റാങ്കിൽ അച്ചീവേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ 5 ലക്ഷമാണ് കമ്പനിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 50,000 വെച്ച് ഓരോ റാങ്കിലേക്കും മാറ്റി വെക്കും. ഓക്കെ, ആ റാങ്കിൽ എത്ര അച്ചീവേഴ്സ് ഉണ്ടോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഓരോ ലക്ഷം ഈ റാങ്കിൽ ഉണ്ടെങ്കിൽ ഈ 1 ലക്ഷം ഈ ഓക്സി റൈസേഴ്സ് ആയിട്ട് എത്ര പേരുണ്ടോ അവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ഓരോ മാസം കിട്ടി എന്ന് 5,000 ആവുന്നോ അന്ന് ഓക്സി റൈസറുടെ റോയൽറ്റി സ്റ്റോപ്പ് ആവും. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, ഓക്സി റൈഡർ ആവണം. ഓക്സി റൈഡർ ആവാൻ ചെയ്യേണ്ടത്രേ ഉള്ളൂ, 10,000 ഓൾറെഡി മാച്ചായി, പ്ലസ് ഒരു 10,000 കൂടി വന്നു കഴിഞ്ഞാൽ 20,000 ആയി. അപ്പോൾ 20,000 അക്യുമുലേറ്റ് ആണ്. അപ്പോൾ 20,000 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സി റൈഡർ എന്ന് പറയുന്ന വ്യക്തിക്ക് 10,000ത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും. 5,000 പ്ലസ് 5,000. ഓക്കെ, 5,000 പ്ലസ് 10,000 അല്ല, 5,000 പ്ലസ് 5,000. അപ്പോൾ അപ്ഗ്രേഡ് ആയി. ഇനി വീണ്ടും അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഓക്സി റേഞ്ചർ ആവണം. റേഞ്ചർ ആവാൻ 50,000ലേക്ക് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. അപ്പോൾ 25,000. ദാറ്റ് മീൻസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എത്ര പെയർ മാച്ചിങ് ഇൻകം വാങ്ങുന്നോ അതിൻ്റെ പാതി ഗ്യാരണ്ടി ഇൻകം ആണ്. ഗ്യാരണ്ടി ഇൻകം 1 lakh വാങ്ങിയ 50,000. അപ്പോൾ ഓക്സി ഡ്രീമർ ആയി. ഓക്സി ഫൈറ്റർ ആവാൻ 2 lakh മാച്ച് ചെയ്യണം. 2 lakh മാച്ച് ചെയ്താൽ 1 lakh കിട്ടും. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പം ഞാൻ ഇന്ന് വ്യക്തി ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെ എനിക്കൊരു 250 ജോഡി മാച്ചായി സ്റ്റാർട്ടപ്പ് പ്ലാനിൽ. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓൺലി 5,000 കിട്ടൂ, കാരണം അവിടെ സീലിംഗ് ലിമിറ്റ് ഉണ്ട് ഒരു ദിവസത്തിന്. ബാക്കി വരുന്നത് നമുക്കറിയാം വാഷ് ഔട്ട് എന്ന് നമ്മൾ വിളിക്കുക, ഫ്ലഷ് ഔട്ട് എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ വാഷ് ഔട്ട് 250 ജോഡി മീൻസ് 50,000 രൂപയ്ക്ക് എലിജിബിൾ ആണ്. ആ 50,000 രൂപയ്ക്ക് എലിജിബിൾ എന്ന് പറയുമ്പോൾ ഓക്സി റേഞ്ചർ എന്ന സ്ഥാനത്തേക്ക് എത്തും. ആ ഓക്സി റേഞ്ചർക്ക് 25,000 റുപ്പീസ് എന്ത് കിട്ടും, റോയൽറ്റി കിട്ടും. ദാറ്റ് മീൻസ് വാഷ് ഔട്ട് ഓൾസോ വിൽ കാൽക്കുലേറ്റ് ഫോർ ദ ITB. ഇത് ലോകത്ത് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ലോകം വിട്ടേക്ക്, ലോകത്ത് എല്ലാ പ്ലാനും നമ്മൾ കേട്ടിട്ടില്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് വാഷ് ഔട്ടിനും ഇൻകം കൊടുക്കുന്ന ആദ്യത്തെ കമ്പനി ഓക്സിജൻ ഇന്റർനാഷണൽ. ഒരുപാട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാൻ പോവാം. എനിവേ, നമുക്ക് ഇതിൻ്റെ ഓരോ കാൽക്കുലേഷനും PDF അവൈലബിൾ ആണ്. ഓക്സി എംപറർ ആണ് ഏറ്റവും ടോപ്പ് റാങ്ക്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന റാങ്ക്. തീർച്ചയായിട്ടും വാഷ് ഔട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മിനിമം ഒരു 3 yearsനുള്ളിൽ തന്നെ ബില്യണേഴ്സിന്റെ എണ്ണം ഇവിടെ ഉണ്ടാവും. 5 years കൊണ്ടൊക്കെ ഒരുപാട് ബില്യണേഴ്സ് ഇവിടെ ഉണ്ടാവും. ദാറ്റ് മീൻസ് 100 crore റുപ്പീസ് ഡെഫിനറ്റ് ആയിട്ടും ഏൺ ചെയ്യുന്ന ആളുകളെയാണ് ബില്യണേഴ്സ് എന്ന് വിളിക്കുക. ഇവിടെ ബില്യണേഴ്സിന്റെ എണ്ണം ഇമാജിനേഷനിൽ അപ്പുറവും. എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലെ റെക്കോർഡുകളും
ഈ കമ്പനി ബ്രേക്ക് ചെയ്യും, അതിലൊരു സംശയം വേണ്ട. അതിന് ഒരു ബെസ്റ്റ് പ്ലാനാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ITB എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഇൻകമാണ് റീപർച്ചേസ് ഇൻകം. റീപർച്ചേസ് ഇൻകത്തിൽ 3 കാറ്റഗറി, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, 3 കാറ്റഗറി ഓഫ് പ്രോഡക്റ്റ് കാറ്റഗറിയാണുള്ളത് റീപർച്ചേസിങ് കിട്ടാൻ. ഓൾറെഡി കമ്പനിയുടെ ഓൺ പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് റെഫർ ചെയ്യും. സ്വാഭാവികമായിട്ടും ഒരുപാട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിന് വേണ്ട എല്ലാ ഭാഗത്തിനും വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഓരോ പ്രോഡക്ട്സും നമ്മൾ യൂസ് ചെയ്യും. ഇനി കമ്പനി നെക്സ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത് നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള കുറച്ച് ലിക്വിഡ്സും കാര്യങ്ങളും, ബാത്റൂമിലേക്ക് ആവശ്യമുള്ള ലിക്വിഡ്സ് കാര്യങ്ങൾ ഇങ്ങനെ കമ്പനി കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട്. ഒരു മനുഷ്യന് വേണ്ട ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ പ്രൊഡക്ട്സും നാളെ ഓക്സിയിൽ ഓൺ പ്രൊഡക്ട്സ് ആയിട്ട് അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെയുള്ള ഓൾ പ്രോഡക്ട്സ് നമുക്ക് റീപർച്ചേസ് നമ്മുടെ ടീമിൽ വരുമ്പോൾ റീപർച്ചേസ് ഇൻകം വരും. നമുക്ക് നോർമലായിട്ട് എല്ലാ കമ്പനിയിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 2 ഓൺലൈൻ ഷോപ്പ്, ഈ കമ്പനിയുടെ ഓൺലൈൻ ഷോപ്പ് ഉണ്ട്. ഈ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് നമ്മുടെ ടീം അംഗങ്ങൾ, നമ്മൾ റെഫർ ചെയ്ത് വന്ന നമ്മുടെ ടീം അംഗങ്ങൾ 19 ലെവലിലുള്ള ആളുകൾ എന്ത് പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് ഇൻകം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആമസോണിൻ്റെ ഡയറക്റ്റ് സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് ഓക്സി ആമസോൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് പോകുന്നത് ഓക്സിയുടെ സൈറ്റ് അല്ല, ആമസോണിൻ്റെ സൈറ്റിൽ. ഓക്സിയുടെ സൈറ്റിലെ പ്രൊഡക്റ്റുകൾ കൂടാണ്ട് ആമസോണിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഒരു ആപ്പിളിൻ്റെ ഐഫോൺ വാങ്ങിയാലും നമുക്കൊരു സ്പെഷ്യലായിട്ട് 0.1% ഡിസ്കൗണ്ടും പ്ലസ് ഒരു സ്പെഷ്യൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഓക്സി ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടിനേക്കാളും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കേട്ട എല്ലാവരും വളരെയധികം എക്സൈറ്റ്മെൻറ്റോട് കൂടി കണ്ട സംഭവം ഇതാണ്, ഷോപ്പ് ടൈപ്പിംഗ് സിസ്റ്റം. ഷോപ്പ് ടൈപ്പിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരു വർഷം എന്തൊക്കെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യോ, എന്തൊക്കെ സർവീസ് യൂസ് ചെയ്യോ, എല്ലാം ഒരു ഇൻകം ആയിട്ട് മാറും. ദാറ്റ് മീൻസ് സൂപ്പർ മാർക്കറ്റ് നമ്മൾ ഡെയിലി വാങ്ങുന്നതാണ്. സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അരി, പഞ്ചസാര, മല്ലി, മുളകൊന്നും ഇല്ലാണ്ട് നടക്കില്ല. ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്താലും ഇൻകം കിട്ടുന്ന ഒരു സിസ്റ്റം ഓൾറെഡി ഓക്സി ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ, വെജിറ്റബിൾ എന്ത് വാങ്ങിയാലും, പെട്രോൾ അടിച്ചാൽ, ഡീസൽ അടിച്ചാൽ, ജ്വല്ലറി നമുക്ക് സ്വർണം പർച്ചേസ് ചെയ്താൽ, ഇനി ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽസ് നിന്ന് പർച്ചേസ് ചെയ്താൽ, ഇലക്ട്രോണിക്സ് പർച്ചേസ് ചെയ്താൽ, ടാക്സി ഇനി ബസ്, എന്തിനും ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇൻഷുറൻസ് ഏജൻസ് ഉണ്ടെങ്കിൽ അവരും ടൈപ്പ് ചെയ്യാം. ദാറ്റ് മീൻസ് ഓക്സി ഇവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി തുറക്കുകയാണ്. ഏതൊരു സാധാരണക്കാരനും ഒരു വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പോലെ തന്നെ ഓരോ പിൻകോഡിലും ഒരു വ്യക്തിക്ക് പിൻകോഡ് ബേസ് ഫ്രാഞ്ചൈസി എടുക്കാൻ പറ്റുകയും ആ പിൻകോഡ് ബേസ് ഫ്രാഞ്ചൈസി എടുത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള കസ്റ്റമേഴ്സ്, ആ പിൻകോഡിലുള്ള കസ്റ്റമേഴ്സ്, ആ പിൻകോഡിൽ നിന്ന് അവർ ടൈപ്പ് ചെയ്ത അല്ലെങ്കിൽ ഓക്സി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ വ്യക്തി ടൈപ്പ് ചെയ്ത ഏത് ഷോപ്പിൽ നിന്നും അവരുടെ കസ്റ്റമേഴ്സ് അല്ലാണ്ട് ഓക്സിയുടെ ടോട്ടൽ കസ്റ്റമേഴ്സ് എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പിൻകോഡ് ബേസിസ് ആയിട്ട് ഒരു സൂപ്പർ ഇൻകം ഓക്സി നമ്മളിലേക്ക് തുറന്നു വെക്കാൻ പോവുകയാണ്. ഓക്കെ, അതിൻ്റെ ക്രൈറ്റീരിയാസ് ഒക്കെ കമ്പനി അനൗൺസ് ചെയ്യും. അത് ജോയിൻ ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 1 lakh എബോ ഇൻകം നമ്മൾ ടൈപ്പ് ചെയ്ത ഷോപ്പുകളിൽ നിന്നും നമ്മുടെ ഓക്സിയുടെ കസ്റ്റമേഴ്സ് പോയി പർച്ചേസ് ചെയ്താൽ 1 lakh എബോ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. 0 കോസ്റ്റിലാണ് ടൈപ്പ്. ആരുടെ കയ്യിൽ നിന്നും പെട്രോൾ പമ്പിന് ടൈപ്പ് ചെയ്താലും, സൂപ്പർ മാർക്കറ്റ് ടൈപ്പ് ചെയ്താലും, ഇനി ഓട്ടോനെ ടൈപ്പ് ചെയ്താലും ഇവിടെ എന്തില്ല, ഇവിടെ ആരുടെന്നും ഒരു അഡ്വാൻസ് മണി വാങ്ങുന്നില്ല. 0 കോസ്റ്റിൽ ഇതെല്ലാം ടൈപ്പ് ചെയ്യാനും പറ്റും. പ്ലസ് നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ട്രീയിൽ വരുന്ന, നമ്മുടെ സ്പോൺസർഷിപ്പിൽ വരുന്ന ആളുകൾ റീപർച്ചേസ് ചെയ്യുമ്പോൾ റീപർച്ചേസ് ഇൻകം ഉണ്ട് 19 ലെവലിലേക്ക്. റീപർച്ചേസിനൊരു റാങ്കിങ് സിസ്റ്റം ഉണ്ട്. റീപർച്ചേസിലൊരു റോയൽറ്റി ഉണ്ട്. റീപർച്ചേസിലൊരു ഡെവലപ്മെൻറ്റ് ഇൻകം ഉണ്ട്. റീപർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് ക്യാഷ് ബാക്ക് ഉണ്ട്. അതിലപ്പുറത്തേക്ക് ഇനി കമ്പനി പുതുതായിട്ട് ഒരു സംഭവം കൂടി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അത് ലോഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ് PDF ആഡ് ചെയ്യാത്തത്. ദാറ്റ് മീൻസ് റെഡീം വൗച്ചർ കൂടി ആഡ് ചെയ്യാൻ പോവാണ്. 999 ഒരു പ്രൊഡക്റ്റ് എടുത്ത് വന്ന, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്ത് വന്ന വ്യക്തിക്ക് 1250 പ്രൊഡക്റ്റ് ഉണ്ട്, 2000 പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്, 10,000 ഉണ്ട്, 1 lakh ഉണ്ട്. ഏത് പ്രൊഡക്റ്റ് എടുത്ത് വന്നോ ആ വ്യക്തിക്ക് അതിന് തത്തുല്യമായി ഫ്രാഞ്ചൈസികളിൽ, അതായത് ടൈപ്പ് ചെയ്ത ഷോപ്പുകളിൽ പോയി
പർച്ചേസ് ചെയ്യുമ്പോൾ അവർ വാങ്ങുന്ന പർച്ചേസിൽ നിന്നും ഒരു സ്പെഷ്യലായിട്ട് അവർ സാധാരണ കൊടുക്കുന്ന അതേ പൈസ കൊടുക്കുന്നു, പക്ഷെ അതിനപ്പുറം സ്പെഷ്യലായിട്ടൊരു എക്സ്ട്രാ റെഡീം വൗച്ചർ, ഈ വൗച്ചർ വഴി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ റെഡീം ചെയ്തിട്ട് അവർക്ക് കൊടുത്ത മുതലിന് ഓൾറെഡി പ്രൊഡക്റ്റ് കിട്ടി പ്ലസ് ആ ഒരു എമൗണ്ടിനെ റെഡീം ചെയ്ത് 0 കോസ്റ്റിലേക്ക് വീണ്ടും മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ ഓക്സി തുറക്കാൻ പോവാണ്, ഫ്രീ ഓഫ് കോസ്റ്റ്. ഈ റെഡീം എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ല, ഓൾറെഡി വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ കൂടെ അതേ എമൗണ്ടിന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു വൗച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതുകൂടി ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ഓക്സി എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് ജനകോടികളിലേക്ക് വിത്തിൻ ഷോർട്ട് ടൈം എത്തും. എത്ര പിൻകോഡ് ഉണ്ടോ ഇന്ത്യയിൽ, വേൾഡ് വിട്ടേക്ക്, ഇന്ത്യയിൽ എത്ര പിൻകോഡ് ഉണ്ടോ എല്ലാ പിൻകോഡിലും ചിലപ്പോൾ അതിൻ്റെ ഒരു പകുതി പിൻകോഡിലെങ്കിലും ഒരു 1 ഇയർ കൊണ്ട് ഓക്സിയുടെ വരവറിയിക്കും. ജനകോടികൾ ഓക്സിയിലേക്ക് എത്താൻ വിത്തിൻ ഷോർട്ട് ടൈം. ഓക്സിയുടെ ബിഗിനിങ് സ്റ്റേജ് ആണ് ഈ ഒരു പ്രോജക്റ്റ്. ഓക്സിയുടെ സ്റ്റാർട്ടപ്പിൽ ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് പ്ലാൻ 6 വർഷം മുന്നേ കമ്പനി സ്റ്റാർട്ട് ചെയ്തെങ്കിലും, 5 വർഷവും 11 മാസം മുന്നേ കമ്പനി സ്റ്റാർട്ട് ചെയ്തെങ്കിലും, ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ആദ്യം പറഞ്ഞ ഫാസ്റ്റ് ട്രാക്ക് പ്ലാൻ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജസ്റ്റ് ഈ ഒരു മാസം, അല്ലെങ്കിൽ ഇന്ന് മാസം വരുന്നത് ജൂലൈ മാസമാണ്. ജൂലൈ മാസം ആദ്യത്തോട് കൂടിയിട്ടാണ്, ജൂലൈ 1 ആണ് കമ്പനി ആക്ടിവേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 30, കറക്റ്റ് പറഞ്ഞാൽ ജൂൺ 30 ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ജൂൺ 30 തൊട്ടിട്ട് ഇന്നേ ഡേറ്റ് നോക്കുന്ന സമയത്ത് ഇന്ന് ജൂലൈ 13, ഇന്ന് ജൂലൈ 13 ഇന്ന് ഈ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ നാളെ ഈ വീഡിയോ കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 1 മാസം കൊണ്ടോ 6 മാസത്തിൻ്റെ ഉള്ളിലോ നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതിൻ്റെ തുടക്കക്കാരാണ്. കാരണം ഏതൊരു കമ്പനിയിലും ഒരു കമ്പനി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കാറുണ്ട് തുടക്കമാണോ എന്നുള്ളത്. ഈ പ്ലാനിൽ ഇത് തുടക്ക സമയമാണ്. എനിവേ ഈ ഒരു കിട്ടിയ ഓപ്പർച്യൂണിറ്റി മാക്സിമം ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് പറയാനുണ്ട്. അത് നമുക്ക് ജോയിൻ ചെയ്ത ആളുകൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് കാണാം. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഒരുപാട് പേർക്ക് നല്ല ആരോഗ്യവും നല്ല സമ്പത്തും അതേപോലെ നല്ല പീസ്ഫുൾ മൈൻഡും മനസ്സമാധാനമുള്ള മൈൻഡും നമ്മുടെ കൂടെ വരുന്ന ഓരോ ആളുകൾക്കും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ടീമും നിങ്ങളുടെ കൂടെ ഉണ്ട്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു വെരി മച്ച്.